നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി എല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു ഹെയർ ഡൈ, ആയുർവേദ ഹെയർ ഡൈ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ ഇത് ഒരു 6-7 വർഷമായിട്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇത് കൊടുക്കാറുണ്ട് ആവശ്യക്കാർക്ക് കേട്ടോ. പിന്നെ കൂടാതെ ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നല്ല റിസൾട്ട് ഉണ്ട്. ആർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ആ രീതി പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് പുതിയ സബ്സ്ക്രൈബർ അല്ലേ അനുഷ്കാജി പറഞ്ഞു 5 വർഷമായിട്ട് മുടി കേളിങ് ചെയ്തു അല്ലേ, കേളിങ് ചെയ്തു, അത് പ്രശ്നമായി. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഇത് പറയാറുണ്ട്. കാരണം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി ഹെന്നയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ മുടി അവരെന്തായാലും മുടി ഉണക്കുന്നത് ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഹെന്ന നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അതിന് ചെയ്യാൻ സൗകര്യമില്ലാത്തൊരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാറുണ്ട്. അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹെന്ന ചെയ്തിട്ട് മുടി വാഷ് ചെയ്തിട്ട് അവരോട് വെറുതെ ഒന്ന് ഉണക്കി തരാൻ പറയാം. ഹെയർ ഡ്രയർ ഉപയോഗിക്കാതെ ഒന്ന് ഉണക്കിയിട്ട് വേണം നമ്മൾ വരാനായിട്ട്. കാരണം ഹെയർ ഡ്രൈ എന്ന് പറയുമ്പോൾ, ഡ്രൈ ചെയ്യുമ്പോൾ ഡ്രയറുടെ ആ ചൂട് നമുക്ക് തന്നെ അറിയാം, നല്ല ചൂടായിരിക്കും. അത് വെച്ചിട്ട് ഉണക്കുമ്പോൾ അതെല്ലാം നമ്മളുടെ ഈ ഫോളിക്കിൾസിനെ ബാധിക്കും, മുടിയെ ബാധിക്കും, സ്കാൽപ്പിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മുടി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് പോകുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ മുടി സ്ട്രൈറ്റൻ ചെയ്യുമ്പോഴും കേളിങ്ങിനും എല്ലാം നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറേ നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പെട്ടെന്നായിരിക്കില്ല ഇത് പോകുന്നത് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കും. അതുപോലെ ഷാമ്പു ഉപയോഗിക്കുന്നവരാണ് കേട്ടോ. ഷാമ്പു ഒരിക്കലും ഉപയോഗിക്കണം നിങ്ങൾ കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുമ്പോഴും നമ്മൾ അറിയില്ല, പക്ഷെ നമ്മളുടെ മുടിയുടെ ഇത് തന്നെ മാറിപ്പോകും കേട്ടോ. വരണ്ടിരിക്കും മുടിയുടെ ആ ഓയിലിങ് നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഷാമ്പു ഉപയോഗിക്കേണ്ട കേട്ടോ. ഈ ഷാമ്പു ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അറിയും അതിൻ്റെ ബുദ്ധിമുട്ട്. എന്തും നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ഡീമറിസ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. കുറച്ച് കാലങ്ങൾ എടുക്കും മനസ്സിലാവാൻ. അപ്പോൾ ഇനിയെങ്കിലും ആരും മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ നോക്കണ്ട, അതുപോലെ കേളിങ് വേണ്ട. നമുക്ക് ഈ ആയുർവേദം ഉപയോഗിച്ചിട്ട് തന്നെ, ആയുർവേദ മരുന്നുകൾ, ആയുർവേദ പൊടികൾ ഉപയോഗിച്ച് നമുക്ക് മുടിയെ വളരെയധികം ശക്തിയോടും ബലമായിട്ടൊക്കെ നമുക്ക് നല്ല തിക്നെസ്സോടുകൂടിയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു, ശരി, ഓക്കെ. ഇനി അവരതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ, ആലോചിച്ച് വിഷമിക്കണ്ട. അവർക്കും പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുടിയുടെ ടെക്സ്ചർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അലോവേറ ജെൽ എടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അലോവേറ ജെൽ എടുക്കണേന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജെൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ലീഫ് കട്ട് ചെയ്തിട്ട് ആ ലീഫിൻ്റെ കുഞ്ഞു കഷ്ണമാക്കി മുറിച്ചിട്ട് അതിൻ്റെ അകത്തെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ചെയ്യാം. ഇത് ചെയ്തു വരുമ്പോൾ തന്നെ മുടിയുടെ ആ വരണ്ട ഭാഗങ്ങളെല്ലാം നമുക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആ ഫോളിക്കിൾസൊക്കെ വികസിക്കും. ഇപ്പോൾ അടഞ്ഞിരിക്കുന്നുണ്ടാവും, അതെല്ലാം വികസിച്ച് വരും. അപ്പോൾ നിങ്ങൾ ഒരു 2 ആഴ്ച നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ അലോവേറ ജെല്ല് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും കേട്ടോ. മുടി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവും കേട്ടോ, തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതെല്ലാം മാറ്റും. അപ്പോൾ നമുക്ക് ഈ ജെല്ല് ഉപയോഗിക്കുമ്പോൾ സ്കാൽപ്പിലുള്ള മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം മാറും കേട്ടോ. സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും, ഫോളിക്കിൾസിൻ്റെ അടഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഓപ്പൺ ആവും. അപ്പോൾ മുടി പിന്നെ വരുന്ന മുടികളെല്ലാം നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതും
ഉള്ള മുടികളായിരിക്കും. അപ്പോൾ അങ്ങനെ ആ വളരുന്ന മുടിക്ക് ആവശ്യം എന്താണ്? വിറ്റാമിൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്യാരറ്റ് ജ്യൂസായിട്ട് കഴിക്കുക, ബീട്രൂട്ട് ജ്യൂസായിട്ട് കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസുകൾ ഉണ്ടെങ്കിൽ കഴിക്കുക, പപ്പായ കഴിക്കുക, മത്തങ്ങ കേട്ടോ. മത്തങ്ങ വെറുതെ പുഴുങ്ങിയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്കിന്നിന് ഏറ്റവും നല്ലതാണ് മത്തങ്ങ. ഈ വിറ്റാമിൻ എയും ഇയും സിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വിറ്റാമിൻ അധികമുള്ള വെജിറ്റബിളിലാണ് മത്തങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ മത്തങ്ങ നമ്മൾ പെറ്റ്സിനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ മനുഷ്യർക്കും സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ മത്തങ്ങ വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് അരിഞ്ഞിട്ട് പച്ചമുളക് കീറി കുറച്ച് വെള്ളം ചേർത്ത് അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നിങ്ങൾ വെറുതെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് ആ മത്തങ്ങ മാത്രമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ വേണമെങ്കിൽ മത്തങ്ങ ഉൾപ്പെടുത്തിക്കോളൂ. 1-2 ഇഡ്ഡലിയോ ദോശ എന്താണെങ്കിലും അത് 1-2 കഴിച്ചിട്ട് ബാക്കി നമ്മൾ ഈ മത്തങ്ങ കഴിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിന്നും ഉണ്ടാവും, സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറും, അതുപോലെ സ്കാൽപ്പ് ഹെൽത്തി ആവും. അപ്പോൾ നമുക്ക് അകത്തേക്കുള്ള മരുന്നുമായി പിന്നെ പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ജെല്ലുകൾ തേക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അടുപ്പിച്ചിട്ട് തേക്കേണ്ടത്, ഇപ്പൊ കേളിങ്ങിന്റെ പ്രശ്നം മൂലം ഉണ്ടായത് നമ്മൾ എന്ത് ചെയ്യണം? അടുപ്പിച്ച് അലോവേര ജെല്ല് പരട്ടാം കേട്ടോ. അലോവേര ജെല്ല് പരട്ടുക. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാക്സീഡ് ജെല്ല്, അങ്ങനെ ഓരോരോ ജെല്ലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ താളി തേക്കാം, ചെമ്പരത്തി താളി തേക്കാം കേട്ടോ. ചെമ്പരത്തി പൂവിൻ്റെ വെള്ളം തിളപ്പിച്ച് അത് കുടിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ആ മുടിയെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ഒരിക്കലും ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. പോയത് പോയി. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആരൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. ഇനി നമുക്ക് നാളെ മുതൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവും. വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. അപ്പോൾ അറിവുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ വീഡിയോ കാത്തിരിക്കുന്നുണ്ടാവും ഓരോരുത്തർ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ഇത് നീട്ടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ആയുർവേദ ഡൈ എന്ന് പറയുന്നത് എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത് മുഴുവനും പ്രോട്ടീൻ സാധനങ്ങളാണുള്ളത് കേട്ടോ. അപ്പോൾ അതും നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് വരും. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾ ഈ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുടിയിൽ എണ്ണമെഴുക്കൊക്കെ കളയണം കേട്ടോ. എണ്ണമെഴുക്ക് അപ്പോൾ നിങ്ങൾ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എണ്ണ പുരട്ടണ്ട കേട്ടോ. എന്നിട്ട് തലേ ദിവസം നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടി കലക്കി പേസ്റ്റാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കാം. അതിനോടുകൂടി വേണമെങ്കിൽ ചെമ്പരത്തി താളി കൂടി തേക്കാം കേട്ടോ. ചെമ്പരത്തി താളി എടുത്തിട്ട് നെല്ലിക്ക എടുത്തിട്ട് നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ജെല്ലുകൾ എന്തെങ്കിലും തേച്ച് കഴുകിക്കളയുക. അപ്പോൾ നമ്മുടെ തലയിലുള്ള എണ്ണമെഴുക്ക് മാറും കേട്ടോ. അപ്പോൾ ഇത് ആരും മറക്കരുത്. എണ്ണമെഴുക്കിൽ ഈ നമ്മുടെ ഡൈ പിടിച്ചിരിക്കാൻ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എണ്ണമെഴുക്ക് മാറ്റാം, മുടിയിലുള്ള എണ്ണമെഴുക്കെല്ലാം മാറ്റാം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നിങ്ങളുടെ പാക്ക് അപ്ലൈ ചെയ്യാം. ഇടയ്ക്കൊക്കെ ചില വെള്ളി വീഴുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ബീട്രൂട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും മുടിയുടെ നീളം അനുസരിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് സെലക്ട് ചെയ്യാം. കുറച്ച് മുടിയുള്ളവർക്ക് ചെറിയ ബീട്രൂട്ട് നോക്കിയെടുത്താൽ മതി. ഒരുപാട് മുടിയുള്ളവർക്ക്, നീളം കൂടെയുള്ളവർക്ക്, തിക്നെസ് ഉള്ളവർക്കൊക്കെ അതിൻ്റെതായ വലിപ്പത്തിലെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുടി കുറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. അവർക്കൊക്കെ മുടി ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും. 1-2 ആഴ്ച കൊണ്ടൊക്കെ ഓരോരുത്തർക്കും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ശ്രീവിദ്യാജി നല്ല റിസൾട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എല്ലാം നല്ല, കാരണം നമ്മൾ എപ്പോഴും സത്യസന്ധതയോടുകൂടി പോയാൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാനുള്ളത്
ഒരിക്കലും ഒരു മായവും ഇല്ലാത്ത നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അല്ലേ. എൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കാം. അതിലും ഞാൻ പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അധികം ചിലവില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അധികം ബോറടിക്കും കൂടുതൽ ഞാൻ പറയുമ്പോൾ ക്ഷമിച്ചിരിക്കുകയായിരിക്കും, ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് ഒന്ന് വേഗം പറഞ്ഞു തീർക്കും എന്നൊക്കെ തോന്നാം. പക്ഷേ എന്തോ എനിക്ക് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്തോ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് പോലെ എനിക്ക് തോന്നും. അതുകൊണ്ടിട്ടാണ് കേട്ടോ, നിങ്ങളെ അത് മനസ്സിലാക്കിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ബീട്രൂട്ട് എടുക്കാം. ബീട്രൂട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തല കളയാം. കണ്ടോ, തല കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ രോമം പോലത്തെ താഴെയുണ്ട്, അതും കണ്ടിച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ തൊലി ഒന്നും കളയണ്ട കേട്ടോ. തൊലി കളയാതെ, ഇത് നമ്മൾ കഴുകി എടുത്ത സംഭവമാണ് കേട്ടോ. തൊലി കളയാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ചെറു കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തൊലി കളയണ്ട കേട്ടോ. തൊലിയോടുകൂടി നമുക്കിതിന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് അരച്ചോളൂ കേട്ടോ. നമുക്കിതിന് ജ്യൂസായിട്ട് വേണം കേട്ടോ, ജ്യൂസായിട്ട് വേണം. ഇത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാണ് തൊലിയോടുകൂടി നമുക്കിതെടുക്കാം. ഇതിനെ അരച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ പിശറെല്ലാം കളഞ്ഞിട്ട് ജ്യൂസായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ തല നടാട്ടോ, ചട്ടിയിൽ എവിടെയെങ്കിലും നട്ടു പിടിപ്പിക്കാം കേട്ടോ, അത് കളയണ്ട. അപ്പം നമ്മൾ ജ്യൂസ് ഇതുപോലെ കേട്ടോ, ഒന്നില്ലെങ്കിൽ അരിപ്പയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ നനച്ചെടുക്കാം കേട്ടോ. തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇതുപോലെ. വെള്ളം കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഈ പിശറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് എടുത്തത്. ഏകദേശം ഒരു 2 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും കേട്ടോ, 2-2.5 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ചായ ഉണ്ടാക്കണം. ബീട്രൂട്ട് ജ്യൂസ് തിളപ്പിച്ച് നമ്മൾ അതിനോടുകൂടി ഒരു 3 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് പച്ചവെള്ളത്തിന് പകരം ഈ ജ്യൂസിൽ വേണം തേയിലപ്പൊടി ഇട്ട് തിളപ്പിക്കാൻ. 3 സ്പൂൺ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മുടി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് എടുക്കാം കേട്ടോ. മുടി ഓരോരുത്തരുടെയും മുടിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ബിഗ് ഫിഷറിൽ വെള്ളം ചേർത്ത് വീണ്ടും വീണ്ടും പിഴിഞ്ഞെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ തിളപ്പിച്ച് ഇതിൻ്റെ ചായ ഉണ്ടാക്കാം. 3 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ചായ ഉണ്ടാക്കി കേട്ടോ. ഇത് ബീട്രൂട്ട് ചായ ഉണ്ടാക്കി ആറ്റിയെടുത്തതാണ് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസിൽ 3 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് ചൂടാറ്റി എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യം വേറെ 2 ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. അത് നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ്, അതെന്തൊക്കെയാണ് കേട്ടോ. അതിനാണ് ഇത് ഫസ്റ്റ് നമ്മുടെ നെല്ലിക്കപ്പൊടി. നെല്ലിക്കപ്പൊടി ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലേ, നമുക്ക് എപ്പോഴും വേണം. വീട്ടിൽ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഉള്ള പോലെ നമുക്ക് നെല്ലിക്കപ്പൊടിയും എല്ലാം വേണം, അത്യാവശ്യമാണ് അല്ലേ മുടിയുടെ കെയറിങ്. അപ്പോൾ നമ്മൾ ഇതൊരു 2 സ്പൂൺ എടുക്കാം. 2 സ്പൂൺ എടുക്കാം.
ഇത് ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ടി എത്രത്തോളം വേണോ അത്ര എടുക്കാം. ഇതാണ് മൈലാഞ്ചിപ്പൊടി കേട്ടോ. ഇത് മൈലാഞ്ചിപ്പൊടി. ഇതൊരു 3 സ്പൂൺ എടുക്കാം. കാണുന്നുണ്ടോ നിങ്ങൾ? ഇതൊരു 3 സ്പൂൺ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് അരിച്ചെടുത്തതാണ് കേട്ടോ. ബീറ്റ്റൂട്ട് ജ്യൂസിൽ ചായ പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ അരിച്ചിട്ട് ആറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിയും ചേർത്തല്ലോ. എപ്പോഴും നിങ്ങൾ ചേർക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെല്ലിക്കയെക്കാളും കൂടുതലായിട്ട് മൈലാഞ്ചി എടുക്കണം കേട്ടോ. കാരണം മുടിക്ക് നമുക്ക് ഫസ്റ്റ് ബ്രൗൺ കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സ്പൂണാണ് നെല്ലിക്കപ്പൊടി എടുക്കണമെങ്കിൽ മൈലാഞ്ചിപ്പൊടി അതിലും കൂടുതൽ എടുക്കാം. ഒരു 4.5 സ്പൂണൊക്കെ ആയിട്ട് എടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ എപ്പോഴും മൈലാഞ്ചിപ്പൊടി കൂട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഈ ചായ ബീറ്റ്റൂട്ട് ചായ ചേർത്തിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാം. ചായ ഇതിലേക്ക് ഒഴിച്ച് അപ്പോൾ ഇത് ഈ പൊടി കലങ്ങാനുള്ള അത്രയും വെള്ളം നമുക്ക് വേണ്ടി വരും. തേയില വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ജ്യൂസ് എടുക്കുമ്പോൾ നമ്മൾ വെള്ളം കൂട്ടി എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇത് ചേർത്ത് അല്പം വെള്ളം ചേർത്ത് വേണം നമ്മൾ കലക്കാൻ കേട്ടോ. താരൻ്റെ പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ പകുതി ചെറുനാരങ്ങ നീര് ചേർക്കാം കേട്ടോ. ഈ മിക്സിൻ്റെ കൂടെ നമുക്ക് പകുതി ചെറുനാരങ്ങ നീര് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴുകിക്കളയല്ലോ. കഴുകിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പേനൊക്കെ ഉണ്ടെങ്കിലും താരനൊക്കെ ഉണ്ടെങ്കിലും ഈ ചെറുനാരങ്ങ നീര് ചെല്ലുമ്പോൾ ചൊറിച്ചിലുണ്ടാവും. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അത് മാറിക്കോളും. അപ്പോൾ താരൻ പേനൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇത് നെല്ലിക്ക ഈ നാരങ്ങ പകുതി ചേർക്കാം കേട്ടോ, നീര്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി കേട്ടോ. ഇത് നിങ്ങൾക്കിപ്പോൾ സമയമില്ല എങ്കിൽ അന്നന്ന് എടുക്കാൻ സമയമില്ല എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. പേസ്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് അന്നന്ന് ദിവസം എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. സമയമില്ലാത്തവർ വേണമെങ്കിൽ തലേ ദിവസം റെഡിയാക്കി ഇതുപോലെ ബീറ്റ്റൂട്ട് ടീയിൽ ഇതുപോലെ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം തേക്കുന്നതിനും വിരോധമില്ല കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് സമയം ഉണ്ടാവില്ല പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം എടുക്കാനും ബീറ്റ്റൂട്ട് ജ്യൂസ് ഉണ്ടാക്കി ചായ തിളപ്പിച്ച് മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ സമയമില്ലാത്തവരുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് തലേ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് വയ്ക്കാം. നമ്മൾ എപ്പോഴും എന്ത് പാക്ക് എടുക്കുമ്പോഴും ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ എടുത്താൽ കുറേ കൂടി നന്നായിരിക്കും കേട്ടോ. ഇത് അയണും കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ലതാണ് കേട്ടോ. ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ എടുക്കണം കേട്ടോ. ഇരുമ്പ് ചട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാത്രം അതുപോലെ അത് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗ്ലൗസ് ഇടാം കേട്ടോ. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ഈ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിരലെല്ലാം ഇതുപോലത്തെ കളറ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രഷ് എടുക്കുക. പാക്ക് എടുക്കുന്ന ബ്രഷ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ഇങ്ങനെ ഓരോ മുടി ഓരോ ഇങ്ങനെ വച്ചിലെടുത്ത് കംപ്ലീറ്റ് തേക്കാം കേട്ടോ. അതുപോലെ എനിക്കിങ്ങനെ രണ്ട് വശം എടുത്തിട്ട് നമുക്ക് ബാക്കിലേക്ക് ആദ്യം വേണമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം. ബാക്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് അല്ലോ ഇത് കുറച്ച് നല്ല ഇങ്ങനെ ഈ പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ. മുടിയിൽ പറ്റും വേണം,
എന്നാൽ താഴത്തേക്ക് പോകാനും പാടില്ല കേട്ടോ. അതേ രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ. ആദ്യം ഇതുപോലെ തേച്ച് 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 രണ്ട് വശം എടുത്തിട്ട് ബാക്ക് തേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലെയർ, ബാക്കിൽ അടുത്ത ലെയർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുക്കുക. രണ്ട് വശത്തും ഇതുപോലെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഇതുപോലെ അടുത്ത ലെയർ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ഇപ്പുറത്തെ വലതുവശം നമ്മൾ തേച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറം തേക്കുക. ഇതിപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പരട്ടി അല്ലേ, ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇനി നമുക്ക് സെൽഫായിട്ട് ചെയ്യാം. ഇനി ആരെങ്കിലും ഉണ്ട് ഹെൽപ്പ് ചെയ്യാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സെൽഫായിട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആയല്ലോ, സ്കാൽപ്പിലും ഇതുപോലെ മുടിയിലൊക്കെ ആയി, ബാക്കിലെ മുടി എല്ലാം ആയി കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാം. ഞാൻ പാക്കൊക്കെ തേച്ച് കാണിക്കാറില്ലേ നിങ്ങൾ, അതുപോലെ കേട്ടോ. എന്നിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് ഇടണ്ട കേട്ടോ. ഡ്രസ്സിലേക്ക് ആകുമ്പോൾ
കളർ പറ്റും കേട്ടോ. ഗ്ലൗസ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഇട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുടിയിൽ വിടർത്തിയിട്ട് കഴിഞ്ഞ് തേക്കുമ്പോൾ എല്ലാ മുടിയിലും ആവും കേട്ടോ. തേച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലും തേച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വേണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഗ്ലൗസ് ഇടണം കേട്ടോ. ഇട്ടില്ലാന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഈ കളറാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയാം. വെറും വെള്ളത്തിൽ കഴുകിക്കളയാം വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ നീർപ്പിടുത്തുള്ളവർ 3/4 മണിക്കൂറൊന്നും വെക്കണ്ട കേട്ടോ. അവർ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി. അതിനു മുമ്പ് രാസനാദിപ്പൊടി തേക്കണം കേട്ടോ. രാസനാദിപ്പൊടി തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ലാത്തവരാണെങ്കിൽ 1 മണിക്കൂറോ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്ക്. ഈ പാക്ക് നമ്മൾ ഈ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് തുണി വെച്ച് ചുറ്റി വയ്ക്കാം. ലേഡീസ് ആണെങ്കിൽ, മറ്റേ പുരുഷന്മാരാണെങ്കിൽ തോർത്തി കളയാം കേട്ടോ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ നമ്മളെ വെള്ളം, തലയിൽ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ നിൽക്കുമല്ലോ, ഉണങ്ങാൻ നിൽക്കണ്ട. ഒന്ന് ചുറ്റിയിട്ട് ആ വെള്ളം വീഴ്ച നിൽക്കുമ്പോൾ ഈ അല്പം ഈർപ്പം ഉണ്ടാവും കൂടിക്ക്. ആ ഈർപ്പത്തോടു കൂടി നമ്മൾ സെക്കൻഡ് പാക്ക് തുടങ്ങണം.
കേട്ടോ. ഈ മുടി മനസ്സിലായല്ലോ അല്ലേ? മുടി കഴുകി കളഞ്ഞ് ആദ്യത്തെ പാക്ക് കഴുകി കളഞ്ഞിട്ട് ലേഡീസ് മുടിയൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിലെ ആ വെള്ളം നിൽക്കും. അപ്പോൾ കുറച്ച് ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പത്തോടുകൂടി നമുക്ക് പാക്ക് നമ്പർ 2 അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഈ മുടി ധാരാളം നരച്ചിരിക്കുന്നവർ, ഒരുപാട് നരച്ചിരിക്കുന്നവർ ഈ ഫസ്റ്റ് ആഴ്ചയിൽ ആദ്യത്തെ 1-2 പാക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1-2 പാക്ക് ഒരേ ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒറ്റ ദിവസം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫസ്റ്റ് ഡേ ഇത് തേച്ച് സെക്കൻഡ് ഡേ രണ്ടാമത്തെ പാക്കും തേക്കാവുന്നതാണ് കേട്ടോ. ഇത് ഒരേപോലെ നിങ്ങൾ തേക്കുവാണെങ്കിൽ, ഒരേ ദിവസം തന്നെ തേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം അത് ആ ബ്രൗൺ കളർ അങ്ങനെ നിൽക്കും. ഏകദേശമുള്ള ഷെയ്ഡ് ഉണ്ടല്ലോ, ബ്രൗൺ ഷെയ്ഡ്, അപ്പോൾ അതങ്ങനെ നിൽക്കും. ആ ബ്രൗണിൽ വേണം നമ്മൾ രണ്ടാമത്തെ പാക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ബ്ലാക്ക് ആക്കാൻ. അപ്പോൾ ഇത്രയും നാളും നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ നമ്മളൊരു 60% നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ 80% റിസൾട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫങ്ഷൻ, ഇപ്പോൾ സൺഡേ ഫങ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് മുടി ബ്ലാക്ക് ആക്കാം. ആദ്യത്തെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് തേച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും മുടിയുടെ കളറ് മാറി തുടങ്ങി, വൈറ്റ് ഹെയർ വന്ന് തുടങ്ങിയെന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ആഴ്ചയിൽ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മതിയാവും തേക്കാൻ കേട്ടോ. ചിലപ്പോൾ 2 ആഴ്ച അങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രൗൺ അങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ തന്നെ ശീലമാവും, ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും. നമുക്ക് ഇനി ഏത് പാക്ക് തേക്കണം, ഏത് പാക്ക് തേച്ച് മുടി കളർ കിട്ടാം എന്നൊക്കെ. അപ്പോൾ ഇത് ഇത്രയും കാണുമ്പോൾ ആരും വിഷമിക്കണ്ട കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആവും. ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇത്രയും ഞാൻ സ്ലോ ആയിട്ട് പറഞ്ഞ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ബീറ്റ്റൂട്ട് ജ്യൂസിൽ തേയിലപ്പൊടി ഇട്ടിട്ട് ബീറ്റ്റൂട്ട് ചായ ഉണ്ടാക്കി അതിൽ ഈ 2 മിശ്രിതം കലർത്തി പേസ്റ്റാക്കി തലത്തേച്ച് പിടിപ്പിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് പാക്ക് നമ്പർ 2 ഉപയോഗിക്കാം കേട്ടോ. ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും, നല്ല സുഖമായിരിക്കും, തലയ്ക്ക് നല്ല തണവായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ബ്രൗൺ കളർ കണ്ടില്ലോ കയ്യിൽ, അപ്പോൾ അത് നമ്മൾ ഗ്ലൗസ് ഇട്ട് ചെയ്തില്ലെങ്കിൽ ഈ സെക്കൻഡ് പാക്ക് ഇടുമ്പോൾ എന്ത് പറ്റും, മുടിയോടൊപ്പം കയ്യും ബ്ലാക്ക് ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഗ്ലൗസ് ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് പാക്ക് ഇതാണ് കേട്ടോ. 3/4 മണിക്കൂർ 1 മണിക്കൂർ നിങ്ങളുടെ സമയം അനുസരിച്ച് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് പാക്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് പാക്കിന് വേണ്ട അടുത്ത ലിക്വിഡ് ഇതാണ് കേട്ടോ. ഇത് നീലാമരിയാണ് കേട്ടോ, ഇൻഡിഗോ പൗഡർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ, ഈ കളറ് വേണം കേട്ടോ ഇൻഡിഗോ പൗഡറിന്. പഴകും തോറും ഇതിൻ്റെ കളറ് മാറി ഒരു ഗ്രേ കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതിന് റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കളറാണ് നമുക്ക് വേണ്ടത്, ഇൻഡിഗോ പൗഡർ. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് ഈർപ്പമുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, ഇത് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇതെങ്ങനെയാണെന്നറിയാം. ഇത് നമ്മൾ 5 സ്പൂൺ ഇടാം കേട്ടോ. ഓരോരുത്തർക്കും വേണ്ടത് എടുക്കാം കേട്ടോ, മുടിക്ക് ആവശ്യമുള്ള എടുക്കാം. ഇത് നമ്മൾ പേസ്റ്റ് ആക്കുന്നത് വെറും വെള്ളത്തിലാണ് കേട്ടോ.
വെറും പച്ചവെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. നമ്മൾ ഇതെല്ലാം പരട്ടിക്കൊണ്ട് നമുക്ക് സെക്കൻഡ് പാക്കും റെഡിയാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് പൊടി കണ്ടോ പറക്കും, ലൈറ്റ് പൊടിയാണ്, കട്ടിയില്ലാത്ത പൊടിയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പേസ്റ്റ് ആക്കുമ്പോൾ ഇതിങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താം കേട്ടോ. കുതിർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് മറ്റതുപോലെ എളുപ്പം പേസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേസ്റ്റ് ആക്കാം കേട്ടോ. പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ കിട്ടും. കളർ കണ്ട് പച്ച കളറായിരിക്കും കേട്ടോ. ഈ പച്ച കളറ് ഇതിൻ്റെ ശരിക്കുള്ള കളറ് വയലറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ പാക്കിൽ നമ്മുടെ കളറ് ഓറഞ്ച് കളർ, ബ്രൗൺ കളറായിരിക്കും. ആ ബ്രൗണിൽ ഈ വയലറ്റ് ചേർക്കുമ്പോൾ, വയലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മുടി ബ്ലാക്ക് ആവും. മനസ്സിലായോ? അപ്പോൾ ബ്രൗണിൽ വയലറ്റ് വരുമ്പോഴാണ് മുടി ബ്ലാക്ക് ആവുന്നത്. ചിലവർ ഇത് രണ്ടും ഒന്നിച്ച്, അതായത് മൈലാഞ്ചും ഇത് മൂന്നും, ഈ പാക്ക് എല്ലാം കൂടി ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ സക്സസ് ആവില്ല കേട്ടോ. ഇങ്ങനെ വ്യത്യാസമായിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം ഈ ബ്രൗൺ കളറിൽ വേണം ഈ വയലറ്റ് കളറ് പറ്റാൻ. എന്നാലേ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബ്രൗൺ കളറിൽ വയലറ്റ് വരുമ്പോൾ ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് നിങ്ങൾ വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഒന്നിച്ച് ഒന്നും രണ്ടും പാക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ ചെയ്യാൻ. എന്താ ഈ പച്ച കളർ പേസ്റ്റ് ഇരിക്കുന്നതോറും വയലറ്റ് കളറാവും കേട്ടോ. ഇൻഡിഗോ എന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ഈ നമുക്കിങ്ങനെ പേസ്റ്റ് പരുവത്തിൽ എടുക്കാം കേട്ടോ. തേക്കാൻ പാകത്തിന് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഇത് സെക്കൻഡ് പാക്ക് നമുക്ക് എടുക്കാം കേട്ടോ. സെക്കൻഡ് പാക്ക് ഞാൻ തേച്ച് കാണിച്ചല്ലോ, അതേപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ആദ്യം ബാക്കിൽ നിന്നൊക്കെ തുടങ്ങി ഫ്രണ്ട് എടുക്കാം, സൈഡ് എടുക്കാം, ചുറ്റിയൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഷാമ്പുവോ സോപ്പോ ഒന്നും ഇടണ്ട കേട്ടോ. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കളറിൽ കുറച്ച് വ്യത്യാസം കാണാം. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ ഇത് ആവർത്തിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 തവണ ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ചെയ്യാം. 3 ദിവസം വ്യത്യാസം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എന്തായാലും ഇത് അധികം ആദ്യത്തെ പാക്കിൻ്റെ എഫക്റ്റ് പോവാതെ തന്നെ സെക്കൻഡ് പാക്ക് രണ്ടാമത് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ചെയ്യുക. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും 1ഉം 2ഉം ചെയ്യുക പാക്ക്. വീണ്ടും ഒരു 2-3 ദിവസം കഴിഞ്ഞ് 1ഉം 2ഉം പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ മുടിയുടെ കളർ സെറ്റാവും. അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ 1 പ്രാവശ്യം ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാപ്പിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതോടൊപ്പം നമുക്ക് മുടി എന്ത് ചെയ്യാൻ പറ്റും, മുടി നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും, മുടിക്ക് വേണ്ട കളറും കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയർ ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ക്ഷമ വേണം, പിന്നെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ മുടി സേഫായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പം നന്നായിട്ട് നരച്ചവർക്ക് പോലും മുടി നാച്ചുറൽ ബ്ലാക്ക് കിട്ടും നമുക്ക് കേട്ടോ. നാച്ചുറൽ ബ്ലാക്ക് കിട്ടും, ഒരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക കേട്ടോ. ഞാനിത് വാഷ് ചെയ്ത് കാണിച്ച് തന്നേനെ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ ഇപ്പം 12 മണിയായി. അപ്പോൾ ഇനി ഇത് വേണം, വാഷ് ചെയ്തിട്ട് വേണം എനിക്ക് കിടക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതും കൂടി കാണിച്ച് തന്നേനെ. അപ്പോൾ എല്ലാവരും ഇത്
ഉപയോഗിക്കാം. നല്ല റിസൾട്ടാണ്, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിച്ചോളൂ കേട്ടോ, മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ വേറൊരു ടിപ്പുമായിട്ട് കാണാം.